ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ ഒരേ ഒരു അനിയത്തി, അതായത് എൻ്റെ നാത്തൂൻ മിസ് ശ്രീലക്ഷ്മി. ആളുടെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു മൂകാംബികയിൽ വെച്ച്. സോ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുമായിട്ട് ഒരു ക്ഷേത്ര ദർശനം പ്ലസ് അരങ്ങേറ്റം. ഈ യാത്രയുടെ ഒരു കിടപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വ്യാഴാഴ്ച പുലർച്ചെ 2:30 നമ്മൾ ട്രാവലറിൽ പോകുന്നു. ഒരുപാട് വേറെയും ഫാമിലീസ് ഉണ്ടായിരുന്നു. നമ്മൾ ട്രാവലറിൽ പോകുന്നു. രാവിലെ പറശ്ശിനിക്കടവ് എത്തുന്നു, കണ്ണൂർ എത്തുന്നു, അതിനുശേഷം ഉടുപ്പി, അതിനുശേഷം മുരുടേശ്വർ, ഫൈനലി മൂകാംബിക. മൂകാംബികയിലെ ഒരു ദിവസം, അങ്ങനെ 2 days കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു യാത്രയായിരുന്നു ഇത്. ഈ ഒരു യാത്രയിൽ അച്ഛനും അമ്മയും അച്ഛൻ്റെ അനിയത്തിയും അമ്മുവും അനുവും സിജിത്തും എല്ലാം ഉണ്ടായിരുന്നു. ആദ്യത്തെ ഡെസ്റ്റിനേഷൻ മുത്തപ്പൻ്റെ ശരം വീണ കടവ് പറശ്ശിനിക്കടവായിരുന്നു. അങ്ങനെ മുത്തപ്പനെയും കാണാൻ സാധിച്ചു. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഉടുപ്പിയായിരുന്നു. ഇവിടെ ശ്രീകോവിലിൽ കണ്ണൻ തിരിഞ്ഞു നിന്നിട്ടാണ്. അതിന് പിന്നിലൊരു കഥയുണ്ട്. ഒരു ശ്രീകൃഷ്ണ ഭക്തന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അയിത്തം കാരണം കീഴ്ജാതിക്കാർക്ക് ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ പോലും നടക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നും ക്ഷേത്രത്തിന്റെ പിന്നിൽ പോയി കീർത്തനങ്ങൾ പാടുമായിരുന്നു. ഒരു ദിവസം കൃഷ്ണ നീ ബേഗനെ വായോ എന്ന കീർത്തനം ഒരു ദിവസം പാടി. അത് മുഴുമിക്കുമ്പോഴേക്കും അദ്ദേഹം കരഞ്ഞുപോയി. പെട്ടെന്ന് കണ്ണൻ അദ്ദേഹത്തിന് തിരിഞ്ഞു നിന്ന് ദർശനം നൽകി. അതുകൊണ്ടാണ് ഉടുപ്പി ശ്രീകോവിലിലെ കൃഷ്ണൻ തിരിഞ്ഞു നിൽക്കുന്നതെന്നാണ് കഥകൾ പറയുന്നത്. അങ്ങനെ ഉടുപ്പിയിൽ നിന്നും അടുത്ത യാത്ര മുരുടേശ്വരത്തേക്കാണ്. യാത്രാ ക്ഷീണം മാത്രമായിരുന്നു നമ്മൾ അലട്ടിയിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ മുരുടേശ്വരം എത്തി. കർണാടക മുരുടേശ്വർ ടെമ്പിളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ് 240 അടി ഉയരമുള്ള ക്ഷേത്ര ഗോപുരം. കഥകൾ പറയുന്നത് ശിവഭക്തനായിരുന്ന രാവണൻ ലങ്കയിലേക്ക് പോകുന്ന വഴി ശിവന്റെ ആത്മലിംഗം കൈവശപ്പെടുത്താൻ തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ആത്മലിംഗം എടുക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് കർണാടകയിലെ മുരുടേശ്വർ ടെമ്പിൾ എന്നാണ് കഥകൾ പറയുന്നത്. ഈ ഒരു യാത്രയിൽ എൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയത് എന്നെ മുരുടേശ്വരത്ത് തന്നെയാണ്. ക്ഷേത്രം എന്നതിനെ കുറിച്ച് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ക്ഷേത്രം ക്ഷതത്തെ ത്രാണനം ചെയ്യാൻ കഴിവുള്ള ഒരു സ്ഥലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പോസിറ്റീവ് എനർജിയുടെ കേന്ദ്രം. സോ അങ്ങനെയുള്ള ഈ ഒരു സ്പേസിൽ നമ്മൾ അത്യാവശ്യം സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. 240 അടി ഉയരം വരുന്ന ഈ ഗോപുരത്തിന് 18 നിലകളാണുള്ളത്. 18ാമത്തെ നിലയിൽ നിന്ന് നമുക്ക് അമ്പലത്തിന്റെ ആകാശ ദൃശ്യം കാണാൻ സാധിക്കും. ടിക്കറ്റ് എടുത്ത് നമുക്ക് ലിഫ്റ്റിൽ ആ ഒരു വ്യൂ കാണാനൊക്കെ സാധിക്കുമായിരുന്നു. സോ നമ്മൾ ആ വ്യൂ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. ഒരുപാട് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയതും ഒരുപാട് പോസിറ്റീവ് എനർജി തന്നതും ഈ ഒരു സ്ഥലം തന്നെയാണ്. ആ ഒരു ആകാശ ദൃശ്യത്തിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കടലിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രവും അതിന്റെ ചുറ്റുപാടും. മുരുടേശ്വർ ടെമ്പിളിന്റെ അടുത്തൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് 123 അടി ഉയരം വരുന്ന ശിവന്റെ ഈ ഒരു പ്രതിമയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശിവപ്രതിമയാണ് മുരുടേശ്വർ ടെമ്പിളിലെ പ്രതിമ. അങ്ങനെ ആ സായാഹ്നം അവിടെ ചെലവഴിച്ച് നമ്മൾ അന്ന് മൂകാംബികയിലെത്തി. റൂം എടുത്തു, എല്ലാവരും റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ് ഇനി മൂകാംബിക ദേവിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്നാണ് നമ്മളുടെ അരങ്ങേറ്റം. വൈകിട്ട് 7:30 കൂടിയാണ് അമ്മൂൻ്റെ അരങ്ങേറ്റം വരുന്നത്. ഇപ്പം നമ്മളെല്ലാവരും കൂടി അമ്പലത്തിൽ ദർശനത്തിന് പോവാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്, അങ്ങനെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല മൂകാംബിക എന്ന്. എല്ലാവർക്കും അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല എന്നും കേട്ടിട്ടുണ്ട് കൊല്ലൂർ മൂകാംബികയെ കുറിച്ച്. ആദി ശങ്കരാചാര്യര് ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും മൂകാംബിക ദേവിയുടെ ചൈതന്യം കൊല്ലൂരിലും ശേഷം ചോറ്റാനിക്കരയിലും പ്രതിഷ്ഠിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മൂകാംബിക ദേവിയെക്കുറിച്ചുള്ള വേറൊരു കഥ എന്ന് പറയുന്നത്, ഒരിക്കൽ കാമാസുരൻ എന്ന് പറയുന്ന അസുരൻ ദേവന്മാരുടെ എല്ലാം ശബ്ദം കവർന്നെടുക്കുകയും പ്രാർത്ഥനകൾ പോലും നിശബ്ദമായൊരു സമയത്ത് ലക്ഷ്മി ദേവിയും പാർവതി ദേവിയും സരസ്വതി ദേവിയും അംബികയായി ഭൂമിയിൽ അവതാരം കൊള്ളുകയും കാമാസുരനെ നിഗ്രഹിക്കുകയും ദേവി പിന്നെ മൂകാംബികയായി അവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നാണ് പറയുന്നത്. നിശബ്ദത തന്നെ ശബ്ദമാക്കിയ ദേവീക്ഷേത്രം മൂകാംബിക. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് അമ്മൂനെ മേക്കപ്പിനായിട്ട് അയക്കണം. ഓൾറെഡി നമ്മൾ ലേറ്റാണ്. വൈകിട്ട് 7:30ക്കാണ് ഡാൻസ് പ്രോഗ്രാം വരുന്നത്. എങ്കിൽ പോലും നമുക്ക് ഇപ്പോഴേ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താലാണ് ഈവനിങ് ആകുമ്പോഴേക്കും കഴിയുക. അമ്മു ആക്ച്വലി ഡാൻസ് പഠിക്കുന്നത് കാടാമ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് ദീപ്തി ടീച്ചറിൻ്റെ അടുത്താണ്. അവിടെയുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും. ഇവർക്കെല്ലാവർക്കും ഇന്ന് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അവരുടെ എല്ലാ ഫാമിലിയും അവിടെ ഉണ്ട്. സോ ഇതാണ് അവരുടെ മേക്കപ്പ് ആരംഭങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പേഴ്സൺ ഇസ് ഓൾവേസ് ക്ലോസ് ടു മൈ ഹാർട്ട്. അങ്ങനെ മേക്കപ്പ് അവിടെ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി എന്ത് എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സൗപർണികയിലും കുടജാത്രയിലും പോകാൻ നമുക്കൊരു പ്ലാൻ ഉണ്ട്. അങ്ങനെ സൗപർണിക കാണാൻ പോകുന്ന ഒരു യാത്രയാണിത്. നമ്മൾ സൗപർണികയിലേക്ക് പോയി സൗപർണിക നദിയെ കാണാൻ വേണ്ടിയിട്ട് പോയി സൗപർണികയെ കണ്ടു. കുടജാത്രയിലേക്ക് സുരേൻ്റെ അനിയനും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവൻ ചെന്നൈയിലാണ്. സിസ്റ്ററിൻ്റെ അനിയത്തിയുടെ പ്രോഗ്രാം കാണാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് എത്തുകയാണ് ആള്. പക്ഷേ ട്രെയിൻ ലേറ്റ് ആവുകയും ഇവിടെ എത്താൻ ലേറ്റ് ആവുകയും ചെയ്തുകൊണ്ട് നമുക്ക് കുടജാത്രയിൽ മാത്രം പോകാൻ പറ്റിയില്ല. ബാക്കി എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തൊഴാനും എല്ലാം സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷനപ്പായി ഇനി നമ്മൾ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. കുറേ പിക്ചേഴ്സൊക്കെ എടുത്ത് അങ്ങനെ 7:30 ആയപ്പോഴാണ് അവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. പ്രോഗ്രാമും വളരെ ഭംഗിയായി അവസാനിച്ചു. അങ്ങനെ രാത്രിയോടുകൂടി മേക്കപ്പ് എല്ലാം അഴിച്ച് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് നമ്മൾ അന്ന് തന്നെ അവിടുന്ന് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. യാത്രയുടെ ഒരു ക്ഷീണം എന്നുള്ളത് മാത്രം ഒഴിച്ചു വെച്ചാൽ വളരെ ഭംഗിയുള്ള ഒരു യാത്രയായിരുന്നു.